ആ ചേച്ചിക്ക് മാത്രം കണ്ട മക്കൾക്കും കൂടിയുള്ള ലഡു ഞാൻ വീട്ടില് വൈകുന്നേരം എത്തിച്ചേക്കാട്ടോ. ശരി, താങ്ക് യു. എന്നതാ ഒന്നും പറയണ്ട. ഇനി ഞാൻ വിചാരിച്ചു എന്റെ കോണ്ടാക്ട്സിലുള്ളവരൊക്കെ ഭയങ്കര സാധനങ്ങളാണ്. ഇടി എനിക്ക് ജോലി കിട്ടിയല്ലോ, അതറിഞ്ഞിട്ട് ആരൊക്കെയാ ലഡു ചോദിക്കുന്നതെന്ന് അറിയോ? എന്റെ ഒപ്പം 10 പഠിച്ചവന്മാര്, +2 പഠിച്ചവര്, പിന്നെ നമ്മുടെ പള്ളിയിലുള്ളവര്, പിന്നെ ഈ പാല് കൊണ്ട് നടക്കുന്ന ചേട്ടൻ വരെ ലഡു ചോദിച്ചിരിക്കുക. ഞാൻ തൽക്കാലം അവർക്ക് ലഡു മേടിക്കാനുള്ള പൈസ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവര് പറയുന്നൊക്കെ ഭയങ്കര കോടി ലഡു അടി. ഓറഞ്ച് ലഡു മഞ്ഞ ലഡു ഒക്കെ ഞാൻ പറ്റുന്ന പോലെ മേടിച്ചു കൊടുത്തായിരുന്നു. പിന്നെ ഈ ബദാം വെച്ചതും പച്ച ലഡും കരിഞ്ഞ ലഡു ഒക്കെ ചോദിക്കുന്നു. അതൊക്കെ ഞാൻ എവിടെ തപ്പിക്കാനാ? തൽക്കാലം ഞാൻ അവർക്ക് പൈസ കൊടുത്തിട്ട് പഞ്ചായത്ത് മൊത്തം ബോധമില്ലാത്തോളം തെളിയിച്ചല്ലേ ഈശ്വരൻ. ഇനി ഗൂഗിൾ പേ വഴിയൊക്കെയാ മെസ്സേജ് അയക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ മൂത്ത് നോക്കാതെ നടന്നവർക്ക് പെട്ടെന്ന് മെസ്സേജ് അയക്കാൻ ഒരു ചമ്മൽ കൊണ്ടായിരിക്കാം. നീ പേടിക്കണ്ട, ഇനി ഒരു ഒട്ടും നോക്കാൻ പോകുന്നില്ല. എടി നീ എന്റെ അടുത്ത് ലഡു ചോദിച്ചോ? പിന്നെ നെയ്യപ്പം ഉണ്ടാക്കാൻ പറഞ്ഞപ്പോ അപ്പത്തിൽ നെയ്യിട്ട് ചോദിച്ചില്ലല്ലോ. കണ്ടോ, അതാ എന്റെ ആൾക്കാരുടെ സ്നേഹം. അതല്ല ബേക്കറിയിൽ ചേട്ടനടക്കിടക്ക് വിളിച്ചോണ്ടിരിക്കുന്നത്. എടി നമുക്ക് ഈ ഓറഞ്ച് ലഡുവിൽ ഈ റോസ് കളർ ഫുഡ് കളർ ചേർത്ത് കുഴച്ചു കൊടുത്തു. ലഡു എങ്ങനെ ഉണ്ടാക്കണേ ചോദിക്കണേക്കും ആ ഫ്രിഡ്ജിലുള്ള ലഡു തിന്നേക്കല്ലേ കേട്ടോ, അതൊക്കെ വൈകുന്നേരം കൊടുക്കാനുള്ളതാണ്. തൽക്കാലം കുറച്ച് മഞ്ഞ ലഡു സൊമാറ്റോ വഴി മേടിച്ചു വെക്കാം. അടുത്ത ലഡു കാര്യം. ആ ചേച്ചി, മഞ്ഞ ലഡു ഞാൻ വൈകുന്നേരം മേടിക്കുന്നുണ്ട്, ഞാൻ കൊണ്ടുവന്ന് തരാം.